ഈ പ്രാദേശികമായിട്ടൊരു സുഖൂറില്ലാത്തൊരു സജീവമായിരിക്കുന്ന വ്യക്തിത്വം. ചാരിറ്റി ആയിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ അച്ഛനെയും അമ്മയെയും ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ്. ഇവരുടെ ഒരു ദയനീയമായ വാർത്ത മാതൃഭൂമി പത്രത്തിൽ കൂടിയാണ് പത്തനാപുരം ഗാന്ധിഭവൻ അറിയുന്നത്. ആ വാർത്തയെ തുടർന്ന് ബഹുമാന്യനായ സെക്രട്ടറി പുല്ലൂർ സോമരാജൻ അവർകൾ നമ്മുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ഷമീറിനെ വിവരമറിയിക്കുകയും അതുപോലെ ഷുക്കൂറും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് അറിയാൻ കഴിയും. എന്തു തന്നെയായാലും ഇന്ന് ഗാന്ധിഭവൻ്റെ നിർദ്ദേശപ്രകാരം സാമൂഹ്യ ഗ്രൂപ്പിൽ അറിയിച്ച്, പോലീസിൽ അറിയിച്ചു, മറ്റ് രേഖാമൂലം പ്രസിഡന്റ്, മെമ്പർ, ബാക്കിയുള്ള പ്രദേശവാസികൾ എല്ലാവരും അറിഞ്ഞ് ഈ അമ്മയെ ഞങ്ങൾ ഇന്ന് ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയാണ്. ഗാന്ധിഭവനെ സംബന്ധിച്ച് ചേർത്ത് നിർത്തലിൻ്റെ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു മഹാസ്ഥാപനമാണ്. ഇത് കാണുന്നവർ, ഒരുപക്ഷേ വാർത്തയാക്കുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നവർ, ഇതുപോലെ കിടപ്പ് രോഗികളെ എടുക്കുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഈ വാർത്ത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇവരെ ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് ഏറ്റെടുക്കുന്നു. ഇത് കാണുന്നവർ പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിക്കണം. ഗാന്ധിഭവൻ്റെ കിടപ്പ് രോഗികൾ എങ്ങനെയാണ്, അവിടുത്തെ പരിചരണം എങ്ങനെയാണ്, ഗാന്ധിഭവൻ്റെ മുമ്പോട്ടുള്ള പ്രയാണം എങ്ങനെയാണ്. 1200 അന്തേവാസികൾക്കാണെന്ന് പത്തനാപുരം ഗാന്ധിഭവൻ അഭയം നൽകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഗാന്ധിഭവൻ സന്ദർശിക്കണം. കാരണം ഗാന്ധിഭവനെ സംബന്ധിച്ച് അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ബഹുസ്വര സമൂഹത്തിലെ എല്ലാവരും സഹായിച്ചിട്ടാണ്. നിങ്ങളുടെ സഹായം ഗാന്ധിഭവൻ ആവശ്യമാണ്. ഇതുപോലെയുള്ള വൃദ്ധമാതാക്കളെ എടുക്കുന്ന ഗാന്ധിഭവനെ പോലെയുള്ള മഹാസ്ഥാപനങ്ങളെ നിലനിർത്തേണ്ടത് പ്രദേശവാസികളുടെ ആവശ്യമാണ്. ഇതിൽ ഇന്ന് പങ്കെടുക്കുന്ന ബഹുമാന്യായ ഞങ്ങളുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷുക്കൂർ, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിഡൻറ്റ്, വാർഡ് മെമ്പർ, ഇതിന് ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഒരു ശ്രീജ വള്ളിയുണ്ട്. പിന്നെ എന്നോടൊപ്പം ജീവാരണ്യ മേഖലയിൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ വരുന്ന മെഹർഖാൻ ഉൾപ്പെടെയുള്ള, പിന്നെ സുരേഷ് ഉത്രാടം, ആൻ്റണി മറിയാൻ, അതുപോലെ കുളിപ്പിക്കാൻ സിസ്റ്റർ ശ്രീദേവി, RCPM ഹോസ്പിറ്റലിലെ സിസ്റ്ററാണ്. നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഈ സിസ്റ്ററെ വിളിക്കാം. ഏത് കിടപ്പ് രോഗിയാണെങ്കിലും അവർക്ക് കിട്ടുന്ന സമയം, അവർ ജോലിയുടെ കിട്ടുന്ന സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഞങ്ങൾ ആദ്യമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിനെയാണ്. അപ്പോഴാണ് നിർദ്ദേശിച്ചു, അവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇതൊരു സൽക്കർമ്മമാണ്. ഈ സൽക്കർമ്മത്തിൽ പങ്കാളിയായ എല്ലാ മനുഷ്യരും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ ഗാന്ധിഭവൻ സന്ദർശിക്കുക. ഇന്ന് ഇവരെ ഏറ്റെടുക്കുകയാണ്. ഇവർക്ക് ശിഷ്ടജീവിതം സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി യുവത്വങ്ങൾക്ക് അവിടെ കഴിയാൻ കഴിയും. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗാന്ധിഭവനിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, എൻ്റെ ഓർഗനൈസിംഗ് കോർഡിനേറ്റർ അടക്കം നമ്മുടെ പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന മടത്തിൽ ഷുക്കൂർ, ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട, അതായത് മുൻ പഞ്ചായത്ത് മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് അടക്കം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നല്ലവരായ പ്രദേശവാസികൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ അമ്മയെയും അച്ഛനെയും, അതായത് ഇവിടെ സൂചിപ്പിച്ചു അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അപ്പോൾ അവരെ നന്നായി അവരെ നോക്കും, അതുപോലെ അവരെ ചേർത്ത് പിടിക്കും, അവർക്കെല്ലാ സംരക്ഷണവും കൊടുക്കും എന്ന് നമുക്ക് ഇവിടെ ഉറപ്പ് തരികയുണ്ടായി ഗാന്ധിഭവൻ. അതായത് പള്ളികുന്നം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളുടെ ആ ഒരു വാക്കിൻ്റെ വിശ്വാസം, നിങ്ങളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇത്തരം നല്ല ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അശരണരായ അല്ലെങ്കിൽ രോഗികളായി കിടക്കുന്ന, ആരും നോക്കാനില്ലാത്തവരെ സംരക്ഷിക്കുന്നതിന്
നിങ്ങളുടെ ആ ഒരു വലിയ മനസ്സിന് മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് മുന്നിൽ നിങ്ങളെ എന്താണ് ശിരസ് നമിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ട കുറേ മാസങ്ങളായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. വാർഡ് മെമ്പർ അടക്കം ശ്രീജി അടക്കം നന്നായി അവരെ ഇതുവരെയൊക്കെ സംരക്ഷിച്ചു. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഒരു ജീവിതം അവർക്ക് ഇവിടെ പറ്റത്തില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ പോയത്. ഇതിന് തയ്യാറായ ഗാന്ധി ഭവൻ പ്രവർത്തകരോട് എല്ലാവരോടും നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിശ്വാസത്തോടും കൂടി നിങ്ങളെ അമ്മയെ അച്ഛനെയും ഏൽപ്പിക്കുക. ഫോട്ടോ നേറ്റെടുക്കുക കേട്ടോ.